ഹലോ ഗൈസ്, തെക്കൻസ് വൈബി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കാണുന്നത് പുനലൂർ പട്ടണമാണ്. ഇവിടെയാണ് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. തുടക്കത്തിൽ തന്നെ ഒരു ഗാന്ധിജിയുടെ പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ തുടക്കത്തിൽ തന്നെ വലിയ തൂണുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ നിന്നാണ് തൂക്കുപാലത്തിൻ്റെ തുടക്കം. വലിയ നീളമുള്ള ഭീമാകാരമായ ഇരുമ്പ് കൊണ്ടാണ് ഇതിൻ്റെ രണ്ട് സൈഡ് നിർമ്മിച്ചിരിക്കുന്നത്. പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിലാണ് ഇത് പണി കഴിപ്പിക്കുന്നത്. 1871 പണി ആരംഭിക്കുകയും 1877 പൂർത്തിയാക്കുകയും ചെയ്തു. കല്ലടയാറിൻ്റെ കുറുകെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. പണ്ട് തമിഴ്നാട്ടിൽ നിന്നും വാണിജ്യ വ്യാപാരം നടത്തുന്നതിനെയാണ് അന്ന് ഇത് നിർമ്മിച്ചത്. അന്നത്തെ കാലത്ത് വാഹന ഗതാഗതത്തിനായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് കാൽനടക്കാർക്ക് മാത്രമേ നടക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ട് സൈഡ് ഇരുമ്പും നടപ്പാത തടികൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുറേ കാലം ഈ നടപ്പാത നശിച്ചിട്ടാണ് കിടന്നത്. അതിനുശേഷം പുനർനിർമ്മിക്കുകയാണ് ചെയ്തത്. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട്, വീഡിയോ എന്നിവ എടുക്കുന്നുണ്ട്. പാലത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വേറൊരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. അതുവഴിയാണ് യാത്രാ ഗതാഗതം എല്ലാം ലഭ്യമാകുന്നത്. ഇത് നമ്മുടെ ചരിത്രം ഉറങ്ങുന്ന തൂക്കുപാലം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് മാത്രം. എത്ര കണ്ടാലും മതിവരാത്ത ഒരു കാഴ്ചയാണിത്. ദിവസവും ആളുകൾ വന്ന് ഇത് സന്ദർശിച്ചുകൊണ്ടേയിരിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. ഒരു വട്ടം വന്നാൽ പോലും വീണ്ടും ആളുകൾ വന്ന് കാണാൻ കൊതിക്കുന്നൊരു സ്ഥലമാണ് ഈ പുനലൂർ തൂക്കുപാലം. പാലത്തിൻ്റെ തുടക്കത്തിലും എൻഡിലും വരുന്ന സന്ദർശകർക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരിപ്പിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. എല്ലാവരും വന്ന് കാണുക. കാണേണ്ട കാഴ്ച തന്നെയാണ്. ചരിത്രം നമുക്ക് തന്ന നിധിയാണിത്. അതുകൊണ്ട് എല്ലാവരും വന്ന് കാണാൻ ശ്രമിക്കുക.